ദൈവനാമത്തിന് മഹത്വം ഉണ്ടാകട്ടെ. കർത്താവായ യേശുക്രിസ്തുവിന്റെ നാമത്തിൽ സ്നേഹവന്ദനം അറിയിക്കുന്നു. കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ നമ്മൾ വെളിപ്പാട് പുസ്തകം 1-ാം അധ്യായം പഠിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. ഒരുപാട് മർമ്മങ്ങൾ ദൈവം അതിലൂടെ വെളിപ്പെടുത്തി ദൈവകൃപയിലായിരിക്കുന്നു. വിശേഷാൽ നിങ്ങളും അത് കേൾക്കുകയും അനുഗ്രഹം പ്രാപിക്കുകയും ചെയ്തു എന്ന് ഞാൻ വിശ്വസിക്കട്ടെ. ഇനി നമ്മൾ വെളിപ്പാട് പുസ്തകം 2-ാം അധ്യായത്തിലേക്ക് കടക്കുകയാണ്. ദൈവത്തിന്റെ അതിപരിശുദ്ധമായിട്ടുള്ള നാമം മഹത്വപ്പെടട്ടെ. ശരിക്കും ഈ ഒരു വെളിപ്പാട് പുസ്തകം എടുത്ത് പഠിക്കുമ്പോൾ പിശാചിന് തീരെ ഇഷ്ടമല്ലാത്തൊരു കാര്യമാണ് വെളിപ്പാട് പുസ്തകത്തെ. അവൻ ഏറ്റവും ഭയപ്പെടുന്നത് കൊണ്ട് തന്നെ പരീക്ഷണങ്ങളും അലച്ചിലുകളും ബുദ്ധിമുട്ടുകളും ഒക്കെ അവൻ കൊണ്ടുവന്ന് വെക്കുമ്പോൾ അവന് ജയിച്ചുകൊണ്ട്, അവനെ തകർത്തുകൊണ്ട് ഉള്ള ഒരു ജയമാണെന്ന് ക്രിസ്തുയേശുവിൽ ഞാൻ എടുത്തുകൊണ്ടിരിക്കുന്നത്. ധാരാളം പരീക്ഷണങ്ങൾ വരുന്നുണ്ട്. പക്ഷെ ക്രിസ്തുവിന്റെ നാമത്തിൽ സകലത്തിലും ഞാൻ ജയമെടുക്കുമെന്ന് പ്രഖ്യാപിച്ചുകൊണ്ട്, കാരണം ദൈവത്തിന്റെ കൃപ എന്നിൽ വസിക്കുന്നതാകയാൽ ഞാൻ സകലത്തിലും അതിനാൽ ഞാൻ പടക്കൂട്ടത്തിന് നേരെ പാഞ്ഞു ചെല്ലും. എന്റെ ദൈവത്താൽ ഞാൻ മതിൽ ചാടിക്കടക്കും എന്നതുപോലെ ഞാൻ ദൈവത്തിൽ ആശ്രയിക്കുന്നു. എന്തായാലും നമുക്ക് വെളിപ്പാട് പുസ്തകം 2-ാം അധ്യായത്തിലേക്ക് പോകാം. അധ്യായം 2-ല് 29 വാക്യങ്ങളാണ് ഉള്ളത്. 2-ാം അധ്യായം 1-ാം വാക്യം. എഫെസോസിലെ സഭയുടെ ദൂതൻ എഴുതുക: 7 നക്ഷത്രം വലങ്കയ്യിൽ പിടിച്ചും കൊണ്ട് 7 പൊൻനിലവിളക്കുകളുടെ നടുവിൽ നടക്കുന്നവൻ അരുളി ചെയ്യുന്നത്. എഫെസോസ് സഭയോടുള്ള യേശുവിന്റെ സന്ദേശത്തിന്റെ ആദ്യ വാക്കിലേക്ക് എത്തിയിരിക്കുകയാണ്. ഇതൊരു വലിയ ശക്തമായിട്ടുള്ള ഒരു തുടക്കമാണിത്. സഭയിലെ നേതൃസ്ഥാനം വഹിക്കുന്ന വ്യക്തിയാണ് അവിടുത്തെ ദൂതൻ അല്ലെങ്കിൽ രക്ഷാധികാരി. ആ ഒരു ദൂതനാണ് എഴുതേണ്ടുന്നത്. കാരണം മറ്റുള്ളവരിലേക്ക് കാര്യങ്ങളെ പറഞ്ഞു കൊടുക്കേണ്ടുന്ന ദൗത്യം ഏൽപ്പിച്ചേക്കുന്ന വ്യക്തികളാണ് സഭാ നേതാക്കന്മാർ. കുറച്ചു പേരെ ലീഡ് ചെയ്യുന്ന ലീഡേഴ്സ്. ആ ലീഡേഴ്സിനെ ഈ കാര്യങ്ങൾ അറിയിക്കുക. അവിടെ യേശു ഒരാൾക്ക് ഉത്തരവാദിത്തം കൊടുക്കുന്നു. ഉത്തരവാദിത്തം കൊടുക്കുമ്പോൾ ആ ഉത്തരവാദിത്തം കൊടുത്തേക്കുന്ന വ്യക്തി മുഖാന്തരം ആ വ്യക്തിയിലൂടെ സഭയിലേക്ക് അല്ലെങ്കിൽ മറ്റുള്ള വ്യക്തികളിലേക്ക് കാര്യങ്ങളെ പറഞ്ഞു കൊടുക്കാൻ വേണ്ടിയിട്ടാണ് യേശുക്രിസ്തു ആ ഒരു ദൗത്യം യോഹന്നാനെ ഏൽപ്പിക്കുന്നത്. ഇവിടെ ദൂതൻ എന്ന് പറയുന്നത് സ്വർഗത്തിലെ ദൂതന്മാരല്ല, ഓരോ സഭയിലെയും സഭാപിതാക്കന്മാർ അല്ലെങ്കിൽ മുതിർന്ന നേതാക്കൾ, ലീഡേഴ്സ് ആണ്. അവിടെ ആ ലീഡേഴ്സിന് ദൈവം ഭരമേൽപ്പിക്കുകയാണ്. ഓരോ വ്യക്തികളെ കുറിച്ചുള്ള ഒരു ഉത്തരവാദിത്വം ലീഡേഴ്സിനുണ്ട്, ആ സഭാ നേതാക്കന്മാർക്കുണ്ട്. ആ ഉത്തരവാദിത്വം നമുക്കുണ്ട്, അവരെ ശരിയായ വഴിയിൽ നയിക്കുക. ഈ ഉത്തരവാദിത്വം എന്ന് പറയുമ്പോൾ ഉത്തര പ്ലസ് വാദിത്വം. ഉത്തരം എന്ന് വെച്ച് കഴിഞ്ഞാൽ മറുപടി, ഉത്തരം കൊടുക്കുക, മറുപടി കൊടുക്കുക. വാദിത്വം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കടമയാണ്, ഒരു ബാധ്യതയാണ്, ഉത്തരം കൊടുക്കാനുള്ള ബാധ്യതയാണ്. അതാണ് ഈ ഉത്തരവാദിത്വം എന്ന് പറയുന്നത്. കാത്തു സൂക്ഷിക്കാനും ഉള്ളൊരു കടമയുണ്ട്. ആ ഒരു കടമയെ പൂർത്തീകരിക്കണം. അപ്പൊ ഇവിടെ ദൂതനെ കുറിച്ചാണ് നമ്മൾ കേട്ടത്. അപ്പൊ ദൂതൻ സഭയിലെ ദൂതനാണ്. സഭയുടെ നേതൃസ്ഥാനത്ത് വഹിച്ചു നിൽക്കുന്ന വ്യക്തിയോട് യേശുക്രിസ്തു അരുളി ചെയ്യുകയാണ്. അവിടെ ഉത്തരവാദിത്വം വരണം. ഉത്തരവാദിത്വമുള്ള വാക്കാണ്, അധികാരമുള്ള വാക്കുണ്ട്, സ്നേഹമുള്ള തിരുത്തലുകളുണ്ട്, മനസ്സിലാക്കുന്ന ഒരു ഫാദറിന്റെ ശൈലി. അങ്ങനെ അരുളി ചെയ്തുകൊണ്ട് ഈ യേശുക്രിസ്തു നമ്മളിലേക്ക് അരുളി ചെയ്ത് തരുന്ന കാര്യങ്ങൾ നമുക്ക് നമ്മുടെ മുമ്പിൽ തരുന്ന ആൾക്കാരെ പഠിപ്പിച്ചു കൊടുക്കാൻ അല്ലെ അവരിലേക്ക് പറഞ്ഞു കൊടുക്കാനുള്ള ബാധ്യത നമുക്കുണ്ട്. കർത്താവ് ഒരാളെ നമ്മുടെ കൈകളിലേക്ക് തന്നാൽ ആ വ്യക്തിയെ യഥാസ്ഥാനപ്പെടുത്തി എടുക്കേണ്ടുന്നത് നമ്മുടെ ഉത്തരവാദിത്വമാണ്. അത് ഇന്ന വ്യക്തികളെന്ന് മാത്രമല്ല, എല്ലാ വ്യക്തികൾക്കും ആ ഉത്തരവാദിത്വമുണ്ട്. യേശു തന്റെ സഭയുടെ നേതാക്കളെ അല്ലെങ്കിൽ ഓരോരുത്തരെയും ഭരമേൽപ്പിച്ചേക്കുന്നവരെ യേശു തന്റെ കയ്യിൽ പിടിച്ചിരിക്കുകയാണ്. യേശു സഭയുടെ നടുവിൽ നടക്കുന്നുണ്ട്. ഓരോ അവസ്ഥയും യേശു കാണുന്നുണ്ട്. നമ്മുടെ ഓരോ അവസ്ഥകളും യേശു കാണുന്നു. യേശു കേൾക്കുന്നു, മനസ്സിലാക്കുന്നു, തിരുത്തുന്നു, ഉപേക്ഷിക്കാതെ നമ്മളെ സമീപിച്ചു കൊണ്ടിരിക്കുന്നു. യേശു അരുളി ചെയ്യുന്നു, സ്നേഹത്തോടെ സംസാരിക്കുന്നു. അതൊക്കെയാണ് നമ്മൾ ഈ ഒരു വചനത്തിലൂടെ നമ്മൾ കാണുന്നത്. ഇനി നമുക്ക് 2-ാമത്തെ വചനത്തിലേക്ക് പോകാം. ഞാൻ നിന്റെ പ്രവൃത്തിയും പ്രയത്നവും സഹിഷ്ണുതയും കൊള്ളരുതാത്തവരെ നിനക്ക് സഹിച്ചുകൂടാത്തതും അപ്പോസ്തലന്മാരല്ലാതായിരിക്കെ തങ്ങൾ അപ്പോസ്തലന്മാർ എന്നു പറയുന്നവരെ നീ പരീക്ഷിച്ചു കള്ളന്മാർ എന്നു കണ്ടതും. എഫേസോസ് സഭയ്ക്കാണ്
ഈ ഒരു ദൂത് പോകുന്നത്. എഫേസോസ് സഭയ്ക്ക് ദൂത് പോകുമ്പോൾ ഇന്ന് നമ്മുടെ ഇടയിലും നമ്മളിലും ആ ഒരു ദൂത് ഇന്ന് പ്രാവർത്തികമാകണം. എന്തൊക്കെ പോരായ്മകൾ ആ സഭയിലേക്ക് കർത്താവ് പറയുന്നുണ്ടോ അത് ഇന്ന് എന്നിലും നിങ്ങളിലും ഒക്കെ പോരായ്മകൾ ഉണ്ടെങ്കിൽ ആ പോരായ്മകളെ നികത്തിയെടുക്കണം. ഓരോ വാക്കുകൾ നമുക്കെടുത്ത് വിശദീകരിച്ചു നോക്കാം. ഞാൻ നിന്റെ പ്രവൃത്തിയും പ്രയത്നവും സഹിഷ്ണുതയും. എന്തായിരുന്നു നിന്റെ പ്രവൃത്തി? എഫേസോസ് സഭ വളരെ പ്രവർത്തന ശേഷിയുള്ള ഒരു സഭയായിരുന്നു. സുവിശേഷം പ്രചരിപ്പിക്കാനും സേവനങ്ങളും സഹായങ്ങളും ചെയ്യാനും ശുശ്രൂഷകളിലും ഒക്കെ ആക്റ്റീവായിട്ടുള്ള, എല്ലാത്തിലും ആക്റ്റീവായിട്ടുള്ള, വളരെ ഉത്സാഹപൂർണമായിട്ടുള്ള ഒരു വളരെ എന്തുസാസ്യമുള്ള ഒരു സഭയായിരുന്നു എഫേസോസ് സഭ. ഇതെല്ലാം യേശു കാണുന്നുണ്ട്. ഇന്ന് നമ്മളായിക്കോട്ടെ പ്രവർത്തിക്കുന്നതും സഹായം ചെയ്യുന്നതും യേശുവിനെ പ്രചരിപ്പിക്കുന്നതും യേശുവിന് വേണ്ടിയിട്ട് സഹിക്കുന്ന കഷ്ടങ്ങളും ഒക്കെ യേശു കാണുന്നുണ്ട്. കാരണം ഒന്നും യേശുവിന്റെ കണ്ണിൽ മറവല്ല. യേശു അത്രയും കൃത്യമായിട്ട് എല്ലാ കാര്യങ്ങളും കാണുകയും എല്ലാ കാര്യങ്ങളും മനസ്സിലാക്കുകയും ചെയ്യുന്നുണ്ട്. അപ്പം നമ്മുടെ പ്രവർത്തികൾ, എഫേസോസ് സഭയുടെ പ്രവർത്തികൾ, ഇന്ന് നമ്മുടെ പ്രവർത്തികൾ ദൈവം യേശു കാണുന്നുണ്ട്. അപ്പൊ അത് കണ്ടു. ആ പ്രയത്നം, നമ്മൾ പ്രയത്നിക്കുന്നത്, നിന്റെ പ്രവൃത്തി കണ്ടു. ഇനി പ്രയത്നം, നമ്മുടെ ആ ഒരു കഷ്ടപ്പാട്, നമ്മുടെ തീഷ്ണത, ഇതൊക്കെയും ആ ഒരു പ്രയത്നത്തിനകത്ത് വരുന്നതാണ്. നമ്മുടെ ശരീരം തളർന്നപ്പോൾ സമയവും അവരുടെ സർവവും കൊടുത്തുകൊണ്ട് കഷ്ടപ്പെട്ടത്, അവരുടെ സമയം കൊടുത്തു, അവരുടെ സാമ്പത്തികം കൊടുത്തു, അവരുടെ ദേഹത്തിൽ അവർ കഷ്ടപ്പാടുകൾ സഹിച്ചു, ഉറക്കമിളച്ചുകൊണ്ട് അങ്ങനെയൊക്കെ ദൈവത്തിന് വേണ്ടിയിട്ട് ചെയ്ത സേവനം പ്രവർത്തിച്ച, അല്ലെങ്കിൽ ദൈവത്തിന് വേണ്ടിയിട്ട് പ്രവർത്തിച്ച വ്യക്തികൾ എഫേസോസ് സഭയിൽ ഉണ്ടായിരുന്നു. ഇന്ന് നമ്മളിൽ പലരും അങ്ങനെയാണ്. ഒരുപാട് ദൈവദാസന്മാരെ ദൈവദാസിമാരെ ഇന്ന് ഞാൻ കർത്താവിന്റെ മുമ്പിൽ, കർത്താവിന്റെ സമക്ഷത്തിൽ നാമത്തിൽ ഞാൻ അവരെ ഓർക്കുകയാണ്. ഊണും ഉറക്കവും കളഞ്ഞുകൊണ്ട് കർത്താവിനോടുള്ള എരിച്ചിൽ, വയറ്റിനകത്ത് ആ ഒരു എരിച്ചിലാണ്. കർത്താവിന് വേണ്ടിയിട്ട് എന്ത് ചെയ്തിട്ടും ഒരു നമുക്ക് ഒരു പൂർണ്ണത വരാത്തതുപോലെ വീണ്ടും പ്രവർത്തിക്കുന്നു. നമുക്കൊരിക്കലും കർത്താവിന് വേണ്ടിയിട്ട് ചെയ്ത് തീർന്നണക്ക് അതൊരു മതിയെന്ന് പറ്റുന്നില്ല നമ്മളെ കൊണ്ട്. അങ്ങനെ നിൽക്കുന്ന കുറേ ദൈവദാസന്മാരും ദാസിമാരും ഉണ്ട്. അവരെ ഓർത്ത് ഞാൻ കർത്താവിനെ മഹത്വപ്പെടുത്തുന്നു. അപ്പൊ എഫേസോസ് സഭയും അത്രയും രീതിയിൽ യേശുവിന് വേണ്ടിയിട്ട് എന്തും ചെയ്യാൻ മടികൂടാതെ നിന്ന ഒരു വ്യക്തികളായിരുന്നു. അത്രയും പ്രയത്നം അവർക്കുണ്ടായിരുന്നു. ആദിമ കാലഘട്ടമാണ്. അന്ന് സഭയ്ക്ക് എതിരെ ഉണ്ടായിരുന്ന എല്ലാ കഷ്ടങ്ങളും അവർ സഹിച്ചു, എല്ലാ ബുദ്ധിമുട്ടുകളും അവർ സഹിച്ചു. ഇന്നും അന്ത്യകാലമായിക്കൊണ്ടിരിക്കുന്ന ഈ വേളയിലും നടക്കുന്ന കംപ്ലീറ്റ് കഷ്ടങ്ങളും നമ്മൾ ഇന്ന് സഹിക്കണം. യേശുവിന്റെ നാമത്തിൽ നമ്മൾ സഹിക്കണം. അപ്പൊ ആ ഒരു പ്രയത്നം കണ്ടു. നമ്മുടെ പ്രയത്നവും കർത്താവ് കാണുന്നുണ്ട്. മറ്റൊന്ന് സഹിഷ്ണുത. ഞാൻ നിന്റെ പ്രവൃത്തിയും പ്രയത്നവും സഹിഷ്ണുതയാണ്. ചൂടുള്ള പരീക്ഷണങ്ങളെ സഹിച്ചുറച്ച വിശ്വാസം. എന്തുമാത്രം പ്രശ്നങ്ങൾ വരട്ടെ, അത്രയും പ്രശ്നങ്ങൾ വന്നപ്പോഴും ക്രിസ്തുവിനോടുള്ള സമത്വം മുറുകെ പിടിച്ച വ്യക്തികളാണ് എഫേസോസ് സഭക്കാര്. നമ്മളിലും ഉണ്ട് അങ്ങനെ, നമ്മളിൽ പലരുമുണ്ട്. നമ്മളത് ഓർക്കാതിരിക്കാൻ വയ്യ. എന്തൊക്കെ ചൂട് പരീക്ഷണങ്ങൾ വന്നിട്ടും കർത്താവിനെ കൈവിട്ട് കളയാതെ, കർത്താവിനെ ഒരു നിമിഷം പോലും തള്ളിപ്പറയാത്ത വ്യക്തികൾ ഇന്ന് നമ്മുടെ ഇടയിലുമുണ്ട്. അപ്പൊ അത്രയും സഹിച്ചുറച്ചൊരു വിശ്വാസം അവരിലുണ്ടായിരുന്നു. എന്തുമാത്രം പീഡനങ്ങൾ വന്നണക്കുകയും വിരോധങ്ങൾ വന്നണക്കുകയും ധിക്കാരങ്ങൾ, അവര് അന്നത്തെ രാജാക്കന്മാരുടെ പ്രഭുക്കന്മാരുടെയൊക്കെ ധിക്കാരങ്ങളും അഹങ്കാരങ്ങളും ഒക്കെ സഹിച്ചിട്ടും ഇതൊക്കെ വന്നിട്ട് അവർ വിട്ടുമാറിയില്ല. ഇത് നമ്മളെ ഉണർത്തിക്കുന്ന, നമ്മളെ ചിന്തിപ്പിക്കുന്ന കാര്യമാണ്. എന്തൊക്കെ പരീക്ഷണങ്ങൾ വന്നാലും, എന്തൊക്കെ സഹിക്കേണ്ടി വന്നിരുന്നാലും ക്രിസ്തുവിനെ കുഞ്ഞേ നീ കൈവിട്ട് കളയരുത്. കാരണം അങ്ങനെ സഹിച്ചു വന്ന വ്യക്തികൾ നമുക്കിടയിലുണ്ട്. അപ്പൊ എഫേസോസ് സഭയുടെ പ്രവൃത്തിയും പ്രയത്നവും സഹിഷ്ണുതയും ഒക്കെ യേശു ക്രിസ്തു കണ്ടു. കൊള്ളരുതാത്തവരെ നിനക്ക് സഹിച്ചുകൂടാത്തതും. എഫേസോസ് സഭ എന്ന് പറയുന്നത് വളരെ വിശുദ്ധി കാത്തു സൂക്ഷിച്ചൊരു സഭയാണ്. അവിടെ തെറ്റായിട്ടുള്ള പ്രവൃത്തികൾ അവരെ ഒരിക്കലും പ്രോത്സാഹിപ്പിച്ചിരുന്നില്ല. അതിനെ അവർ ഫോളോ ചെയ്തില്ല. പാപത്തിൽ ജീവിക്കുന്നവരോട് യാതൊരുവിധ കോംപ്രമൈസും ഇല്ലായിരുന്നു എഫേസോസ് സഭയ്ക്ക്. യാതൊരുവിധ കോംപ്രമൈസും ഇല്ല.
പാപമാണോ ആ പാപത്തിൽ നിന്നും മാനസാന്തരപ്പെട്ട് യഥാസ്ഥാനപ്പെടുന്നവരെ മാത്രമേ ആ സഭ ഉൾക്കൊണ്ടിരുന്നുള്ളൂ. ദൈവനാമം ഉപയോഗിച്ച് തട്ടിപ്പ് ചെയ്യുന്നവരെ അവർ ഒട്ടും അംഗീകരിച്ചിരുന്നില്ല. അപ്പൊ ആദ്യം നമ്മൾ മനസ്സിലാക്കണം, സഭ മനസ്സിലാക്കണം ആരാണ് ദൈവനാമത്തെ ദുരുപയോഗം ചെയ്യുന്നവരെന്ന്. എഫേസോസ് സഭ എന്നുള്ളത് പാപത്തോട് വിട്ടുവീഴ്ച ചെയ്തില്ല. അവർ പാപത്തെ അംഗീകരിച്ചില്ല. പാപം ഉള്ളവരെ അവർ മാറ്റി നിർത്തി. അപ്പൊ അങ്ങനെ സഹിച്ചുകൂടാത്തവർ അന്ന് സഭയിൽ ഉണ്ടായിരുന്നു എന്നുള്ളതാണ് നമ്മൾ മനസ്സിലാക്കേണ്ടുന്നത്. ക്രിസ്തുവിനെതിരെ കള്ളപ്രചരണം നടത്തുന്നവർ, ക്രിസ്തുവിന്റെ നാമത്തിൽ വേണ്ടാത്ത പ്രവൃത്തികൾ ചെയ്യുന്നവർ, ക്രിസ്തു പറഞ്ഞു എന്ന് പറഞ്ഞ് ചെയ്യുന്ന വ്യക്തികൾ, പാപത്തിൽ ജീവിക്കുന്ന വ്യക്തികളൊക്കെയും അങ്ങനെയുള്ള വ്യക്തികളും സഭയിൽ വന്ന് തിങ്ങി നിറഞ്ഞിരുന്നു. പക്ഷെ അവരെ സഭ അംഗീകരിച്ചില്ല. കർക്കശമായി തിരുത്തേണ്ടുന്ന കാര്യങ്ങളെ തിരുത്തി. അപ്പൊ കൊള്ളരുതാത്തവരെ നിനക്ക് സഹിച്ചുകൂടാത്തരും അപ്പോസ്തലന്മാരല്ലാതായിരിക്കെ തങ്ങൾ അപ്പോസ്തലന്മാർ എന്ന് പറയുന്നവരെ നീ പരീക്ഷിച്ചു. അപ്പോ സഭയില് വ്യാജ അപ്പോസ്തലന്മാർ വന്നിരുന്നു. വ്യാജ അപ്പോസ്തലന്മാർ പദവി തേടുന്നവർ, കാരണം അംഗീകാരം വേണമെന്നുള്ളവർ, അധികാരം തേടുന്ന വ്യക്തികൾ, പേരും പ്രശസ്തിയും പദവിയും നേടുവാൻ വേണ്ടിയിട്ട് വ്യാജമായി എന്നെ ദൈവം വിളിച്ചു, എന്നെ വേലക്കിറക്കി, ഞാനിനി ആണെന്നും പറഞ്ഞ് ഓരോ സഭകളിലേക്ക് വന്നിരുന്നു. നമുക്കത് ചിന്തിച്ചു നോക്കാം. ഇന്നത്തെ കാലഘട്ടത്തിലും അങ്ങനെയൊക്കെ സഭകളിൽ നടക്കുന്നുണ്ട്. ഞാൻ അപ്പോസ്തലനാണെങ്കിൽ വീര്യപ്രവർത്തികൾ നടക്കണം, അവരുടെ ജീവിതത്തിൽ അത് കാണണം. പണ്ടത്തെ അപ്പോസ്തലന്മാർ എങ്ങനെയാണ് ജീവിച്ചിരുന്നെന്ന് കൃത്യമായിട്ട് അവർ മനസ്സിലാക്കണം. ദൈവം എടുത്ത് പ്രവർത്തിപ്പിക്കുന്നവരാണ്. നമുക്കതിനെ ചോദ്യം ചെയ്യാൻ അധികാരമില്ല. അപ്പോസ്തലൻ എന്ന് പറയുമ്പോൾ എന്നാൽ നമ്മൾ അവരെ എന്ത് വേണം? പരീക്ഷിക്കണം. അപ്പോസ്തലനാണെന്ന് പറഞ്ഞു വരുമ്പോൾ വിശ്വാസികൾ ചിന്തിക്കുന്ന ഒരു കാര്യം ഇതാണ്: അദ്ദേഹം ദൈവദാസനാണല്ലോ, ചോദ്യം ചെയ്യേണ്ടുന്ന കാര്യമില്ല, എല്ലാം വിനയത്തോടെ ഇനി സ്വീകരിക്കണം, പറയുന്നത് എല്ലാം സത്യമായിരിക്കും, ഉള്ളില് നോക്കണ്ട, അതായത് പുള്ളിയെ വിവേചിക്കണ്ട, പുറത്ത് കാണുന്നത് കൊണ്ടങ്ങ് സ്വീകരിക്കാം, എല്ലാം സ്വീകരിക്കാം എന്നുള്ള രീതിയിൽ ഇന്ന് നമ്മളിൽ പലരിലും കാണുന്നത് പോലെ ആയിരുന്നില്ല എഫേസോസ് സഭ. അവര് ഏത് ശുശ്രൂഷയും ദൈവിക പദവിയും ഏത് പ്രവചനവും ഏത് ഗുരുവും അവർ പെട്ടെന്ന് വിശ്വസിക്കുമായിരുന്നില്ല. അവരെന്താ ചെയ്തിരുന്നത്? അവര് വിവേചിക്കുമായിരുന്നു, അവര് പരീക്ഷിച്ചു നോക്കുമായിരുന്നു. വചനം പറയുന്നത് പോലെ അല്ലെ ക്രിസ്തു എങ്ങനെയാണോ പറഞ്ഞിരിക്കുന്നത് അതുപോലെയാണോ അവര് എന്നുള്ളത് പരീക്ഷിച്ചു നോക്കിയിരുന്നു. ദൈവം എന്നെ വിളിച്ചു എന്ന് പറഞ്ഞുകൊണ്ട് വരുന്നവരെ എല്ലാവരെയും അവർ അപ്പാടെ എടുത്ത് വിഴുങ്ങിയിരുന്നില്ല. നമ്മളും യേശുക്രിസ്തു ഇത് പറയുമ്പോൾ നമ്മളും ചിന്തിക്കുക, കേൾക്കുന്ന പ്രസംഗങ്ങളെല്ലാം, കേൾക്കുന്ന ദൂതുകളെല്ലാം അത് ദൈവത്തിൽ നിന്ന് തന്നെയാണോ എന്നുള്ളത്, അത് ദൈവത്തിലൂടെയാണോ വരുന്നു എന്നുള്ളത് നമ്മൾ ശോധന ചെയ്യണം. അപ്പോസ്തലന്മാരല്ലാതിരിക്കെ തങ്ങൾ അപ്പോസ്തലന്മാർ എന്ന് പറയുന്നവരെ നീ പരീക്ഷിച്ചു. സഭയിൽ വ്യാജ അപ്പോസ്തലന്മാർ വന്നിരുന്നു. ആരും മിണ്ടരുത് എന്ന മനോഭാവം എഫേസോസ് സഭയ്ക്കില്ലായിരുന്നു. ഇന്ന് നമ്മൾക്ക് ഇവിടെ എങ്ങനെയാണ്? അയ്യോ മിണ്ടാൻ പാടില്ല, തിരിച്ചൊരു ചോദ്യം ചോദിച്ചാൽ ദൈവദൂഷണമാണ് അത് എന്നുള്ള രീതിയിലേക്ക് മാറിപ്പോയേക്കുന്നു. എന്നാൽ അങ്ങനെയല്ല, നമ്മൾ വിവേചിക്കണം. ഒരു ദൈവദാസനായതുകൊണ്ട് ദൈവം അയച്ചേക്കുന്നതാണ്, അതുകൊണ്ട് യാതൊന്നും ചോദിക്കും. പിന്നെ മിണ്ടാൻ പാടില്ല. കാരണം ചോദ്യങ്ങൾ ചോദിക്കാൻ പാടില്ല. ചോദിക്കുന്നവരൊക്കെ അഹങ്കാരികളാണല്ലോ, അല്ലേ? നമ്മള് തിരിച്ചൊരു ചോദ്യം ചോദിക്കുന്നവർ കൊള്ളരുതാത്തവരാണ്. അത് മനുഷ്യർ അങ്ങനെയാണ്. പക്ഷെ ദൈവമക്കൾ അങ്ങനെ ആകരുത്. സംശയങ്ങൾ ഉണ്ടെങ്കിൽ നമുക്ക് നമ്മുടെ ആത്മാവിനാൽ അത് തോന്നുകയാണ്, അത് കറക്റ്റ് ദൈവത്തിൽ നിന്ന് വന്നേക്കുന്ന അല്ല ഒരു ദൂത് പറഞ്ഞു, ഒരു പഠിപ്പേര് വന്നു, വചനത്തിൽ നിന്ന് തെറ്റായിട്ട് സംസാരിക്കുമ്പോൾ നമുക്കതിനകത്തൊരു സംശയം വന്നാൽ, അല്ലെ ദൈവാത്മാവ് നമ്മളോട് ഇടപെടുന്നു, അത് അങ്ങനെയല്ല ഇങ്ങനെയാണ് എന്നുള്ളത് ഇടപെട്ടാൽ നമ്മൾ കൃത്യമായിട്ട് ആ വ്യക്തിയുമായിട്ട് കാര്യങ്ങളെ ചർച്ച ചെയ്ത് വരേണ്ടുന്നതാണ്. മിണ്ടാതിരിക്കരുത് എന്നൊരിക്കലും ദൈവം പറയുന്നില്ല. അവിടെ തെറ്റായ പഠിപ്പിക്കലുകൾ ഏറ്റെടുക്കണമെന്നും പറയുന്നില്ല. അപ്പോ ആരും മിണ്ടരുതെന്ന് പറയുന്നൊരു മനോഭാവം എഫേസോസ് സഭയ്ക്ക് ഇല്ലായിരുന്നു. അതുകൊണ്ടാണ് യേശു എഫേസോസ് സഭയെ
പ്രശംസിച്ചത് എന്നും പറഞ്ഞിട്ട് ആൾക്കാരെ മൊത്തത്തിൽ അങ്ങ് ചാടി അടിച്ചമർത്തി വെക്കുക എന്നുള്ളതല്ല. ഒരു ദൈവദാസൻ വന്നാൽ, ഒരു ദൈവദാസി വന്നാൽ അവർ ആത്മാവിൽ തന്നെയാണോ, കറക്റ്റായിട്ട് പരിശുദ്ധാത്മാവിന്റെ ഫലങ്ങളാലുള്ള വ്യക്തിയാണോ എന്നുള്ളത് നമ്മൾ ശോധന ചെയ്യുക, പരീക്ഷിച്ചറിഞ്ഞിട്ട് നല്ലത് ഉൾക്കൊള്ളുക. നല്ലതെന്ന് പറയുമ്പോൾ കേൾക്കാൻ ചെവിക്ക് ഇമ്പമുള്ളതും നമുക്ക് അനുഗ്രഹമായിട്ട് വരുന്നതും മാത്രമല്ല. എപ്പോഴും ദൈവാത്മാവ് സംസാരിക്കുമ്പോൾ സംസാരിക്കുന്ന വ്യക്തിയോട് നമുക്ക് ഇറിറ്റേഷൻ തോന്നും. ഉറപ്പായ കാര്യമാണ്. കാരണം വലിയ വലിയ മർമ്മങ്ങളെ ദൈവം അവിടെ വെളിപ്പെടുത്തും. മാനസാന്തരത്തെ കുറിച്ച് പറയും, നമ്മുടെ തെറ്റുകളെ ചൂണ്ടിക്കാണിക്കും. ഈ തെറ്റുകളെ ചൂണ്ടിക്കാണിക്കുന്നത് മനുഷ്യന് ഇഷ്ടമാണോ? ഒരു മനുഷ്യന്റെ തെറ്റുകള്, പോരായ്മകള് ചൂണ്ടിക്കാണിക്കുന്നത് ഒരു മനുഷ്യന് ഇഷ്ടമാണ്. പക്ഷെ ദൈവാത്മാവ് ചെയ്യുന്നത് അതാണ്. തെറ്റുകൾ ചൂണ്ടിക്കാണിക്കും, പോരായ്മകളിൽ നിന്നും തെളിഞ്ഞു വരാൻ വേണ്ടിയിട്ട് പ്രോത്സാഹിപ്പിക്കും. ഇത് കേൾക്കാൻ ഇൻപമുള്ളത് ആഗ്രഹിച്ചിരിക്കുന്ന വ്യക്തികൾക്ക് ഇത് ഇഷ്ടമാകണമെന്നില്ല. എഫേസോസ് സഭ എന്താണ് ചെയ്തത്? വചനപ്രകാരമല്ലെന്ന് കണ്ടപ്പോൾ അവർ മിണ്ടാതെയിരുന്നില്ല. ശാസനയിൽ വെറുതെ താഴ്ന്നു കൊടുത്തില്ല. ഭയന്ന് വാടച്ചു വെച്ചിട്ട് ഇരുന്നില്ല. അവകാശവാദം ഉന്നയിച്ചവരെ സ്പിരിച്വൽ ടെസ്റ്റ് ചെയ്യുകയാണ് ഉണ്ടായത്. പരിശുദ്ധാത്മാവിൽ നമ്മൾ ടെസ്റ്റ് ചെയ്യുക. അതൊരു ദൈവ തെറ്റല്ല. ഇന്ന് നമ്മളെ ചില പഠിപ്പിക്കലുകൾ കൊണ്ട് തിരിച്ചൊന്നും ചോദിക്കാൻ പാടില്ല എന്നുള്ള രീതിയിൽ നമ്മൾ അവിടെ ഇരിക്കാൻ പാടില്ല. അവിടെ ടെസ്റ്റ് ചെയ്യണം. നമ്മൾ ദൈവാത്മാവിൽ അതിനെ പരിശോധന ചെയ്യണം. അങ്ങനെ പരിശോധന ചെയ്യുന്നവരെ യേശു പ്രശംസിക്കും. ദൈവദാസൻ അല്ലെങ്കിൽ ഒരു ദൈവദാസി അല്ലെങ്കിൽ ഒരു ലീഡറാണ് എന്നുള്ള രീതിയിൽ എന്തെങ്കിലും ഒരു വാക്ക് പറഞ്ഞതെല്ലാം അപ്പാടെ ഫോളോ ചെയ്യുക എന്നുള്ളതൊരു ക്രൈസ്തവത്വമായിട്ട് എനിക്ക് തോന്നുന്നില്ല. ഇത് എന്റെ തോന്നലാണ്. കാരണം പറയുന്ന വ്യക്തിയോട് ബഹുമാനമുണ്ട്, പറയുന്ന വ്യക്തിയോട് സ്നേഹമുണ്ട്. അവരെയും ഒരു അധികാരത്തിൽ ദൈവമാക്കിയിരിക്കുന്നു. പക്ഷേ പറയുന്ന കാര്യങ്ങൾ അവരുടെ ചിന്തയിൽ നിന്നുമാകാം. അത് നമ്മൾ പരിശുദ്ധാത്മാവി പ്രാർത്ഥനയോടും വളരെ ജാഗരിച്ച് ആത്മാവിന്റെ കൃപയിൽ നമ്മൾ അതിനെ ശോധന ചെയ്തെടുക്കുക. ഇത് തന്നെയാണ് എഫേസോസ് സഭ ചെയ്തത്. ദൈവദാസൻ എന്ന് ക്ലൈം ചെയ്ത വ്യക്തികൾ, ഞാൻ ദൈവദാസനാണ്, ഞാൻ അപ്പോസ്തലനാണ്, ഞാൻ ദൈവത്തിന്റെ വേലയ്ക്ക് ഇറങ്ങിയിരിക്കുന്ന വ്യക്തിയാണെന്ന് പറയുമ്പോൾ എഫേസോസ് സഭ അവിടെ എന്ത് ചെയ്ത്? വേദഗ്രന്ഥത്തോട് കമ്പയർ ചെയ്തു. വേദപുസ്തകത്തിൽ ഇങ്ങനെയാണ് പറഞ്ഞേക്കുന്നത്, അങ്ങനെയുള്ളവനാണോ എന്നുള്ളത് കമ്പയർ ചെയ്തു. അവരുടെ ജീവിത ഫലം, ആത്മാവിന്റെ ഫലങ്ങൾ അവരുടെ ജീവിതത്തിൽ ഉണ്ടോ എന്ന് പരിശോധിച്ചു. ആത്മാവിന്റെ ഫലങ്ങൾ കൃത്യമായിട്ട് നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകണം. പൂർണ്ണത എത്തിയോന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇല്ല. പക്ഷേ അതിനു വേണ്ടിയിട്ട് ശ്രമിക്കുന്ന, മനഃപൂർവ്വമായിട്ട് അതിൽ നിന്ന് ഒഴിഞ്ഞു മാറി നിൽക്കുന്ന വ്യക്തികളെ കണ്ടാൽ നമുക്ക് തിരിച്ചറിയാം. ആത്മാവിന്റെ ഫലങ്ങളിൽ നിന്ന് മനഃപൂർവ്വമായിട്ട് ക്ഷമിക്കേണ്ടുന്നിടത്ത് ക്ഷമിക്കാതെ, സ്നേഹിക്കേണ്ടുന്നിടത്ത് സ്നേഹിക്കാതെ, നന്മ ചെയ്യേണ്ടുന്നിടത്ത് നന്മ ചെയ്യാതെ, ഈഗോ അടിച്ചുകൊണ്ട് നിൽക്കുന്ന വ്യക്തികളിലൂടെ ദൈവം പറയുന്നതാണെന്ന് വിശ്വസിക്കാൻ കുറച്ച് ബുദ്ധിമുട്ടുണ്ട്. അവിടെ ക്ഷമിക്കണം. പല കാര്യങ്ങളും നമ്മൾ ക്ഷമിക്കാനും, പലതും നമ്മൾ സ്നേഹിക്കാനും, പല വ്യക്തികളെയും ചേർത്ത് കൊള്ളാനും, തെറ്റുകളെ തിരുത്തി കൊടുക്കാനും, യഥാസ്ഥാനപ്പെടുത്തുകയും ഒക്കെ വേണം. ഒരു ദൈവദാസൻ അല്ലെങ്കിൽ ഒരു ദൈവദാസിയുടെ ആത്യന്തികമായിട്ടുള്ള ഉദ്ദേശം അവർക്ക് ദൈവത്തിന്റെ ക്രൂശ്, യേശുവിന്റെ ക്രൂശ് പരസ്യമായി പ്രഖ്യാപിച്ചുകൊണ്ട് ആ ക്രൂശിനെ ഉയർത്തുക എന്നുള്ളതാണോ അവരുടെ ഉദ്ദേശമെന്ന് നമുക്ക് നോക്കണം. അതോ വെറും ആൾക്കാരിലേക്ക് നിങ്ങൾക്ക് അടുത്ത ആഴ്ചയിൽ ഗൾഫിൽ പോവാം, ജോലി കിട്ടും, ഈ ലോകത്തിന്റെ അനുഗ്രഹങ്ങൾ മാത്രം പറയുന്ന വ്യക്തികളാണെങ്കിൽ ഓർത്തുകൊള്ളുക, അത് ദൈവാത്മാവിനാൽ അല്ല. ഇത് നമുക്ക് ദൈവം തരില്ല എന്ന് ഞാൻ പറയില്ല. ദൈവം നമുക്ക് ഈ പറയുന്ന കാര്യങ്ങളൊക്കെയും തരും. പക്ഷെ ദൈവം അവിടെ ആദ്യം ചൂണ്ടിക്കാണിക്കുന്നത്, നിനക്ക് ഇന്ന കുറവുകൾ ഉണ്ട് കുഞ്ഞെ, ഇല്ല ഇന്നതിൽ നീ ചില കാര്യങ്ങൾ യഥാസ്ഥാനപ്പെടാനുണ്ട്, ഇന്ന കാര്യങ്ങളിലൊക്കെയും നീ യഥാസ്ഥാനപ്പെട്ട് നീ ഇങ്ങനെ ജീവിക്കുവാണെങ്കിൽ നിന്റെ ജീവിതത്തിൽ ഇന്ന അനുഗ്രഹങ്ങൾ ഉണ്ടാകാൻ ഇടയുണ്ട്.
അങ്ങനെ പറയുന്ന ദൂതാണെങ്കിൽ അത് ഓക്കെ. കാറ് കിട്ടാനും ബംഗ്ലാവ് കിട്ടാനും വസ്തു കിട്ടാനും വീട് കിട്ടാനും ജീവിതത്തിന്റെ അനുഗ്രഹങ്ങൾ കിട്ടാനും മാത്രം യേശുവിലേക്ക് വരികയും അത് മാത്രം യേശുവിൽ പ്രസംഗിക്കുകയും ചെയ്യുന്ന വ്യക്തികളാണെങ്കിൽ നാം ഓർത്തുകൊള്ളുക, അത് ദൈവത്തിന്റെ ആത്മാവിൽ നിന്നല്ല അത് വരുന്നത്. ദൈവത്തിന്റെ ആത്മാവിൽ നിന്ന് വരുന്നതാണെങ്കിൽ യേശുവിന്റെ പീഡ അവിടെ ആദ്യം പറയും. ക്രിസ്തു സഹിച്ച കഷ്ടം പറയും. ക്രിസ്തു എന്തിനാണ് ആ കഷ്ടം സഹിച്ചതെന്ന് പറയും. കഷ്ടം സഹിച്ചിട്ട് ഉണ്ടായ നേട്ടത്തെ കുറിച്ച് പറയും. ഉയർത്തെഴുന്നേൽപ്പിനെ കുറിച്ച് സംസാരിക്കും. ഇനി ക്രിസ്തു ചേർത്ത് കൊള്ളാൻ വരുന്നത് പറയും. ഇത് പറഞ്ഞുകൊണ്ടായിരിക്കും ഈ ലോക ജീവിതത്തെ കുറിച്ച് പിന്നെ പറയുവാൻ വേണ്ടിയിട്ട് തുടങ്ങുന്നത്. അനുഗ്രഹങ്ങളില്ല എന്ന് ഞാൻ പറയുന്നില്ല. ഈ ലോകത്തില് യേശു ക്രിസ്തു അനേകരെ ആഹാരം കൊടുത്തും സൗഖ്യം കൊടുത്തും ഒക്കെ രക്ഷിച്ച ദൈവമാണ് യേശു ക്രിസ്തു. എങ്കിൽ ആ യേശു ക്രിസ്തു ഇന്നും ഇതൊക്കെ തരുവാൻ എന്റെ ദൈവമോ നമ്മുടെ ആവശ്യങ്ങളൊക്കെയും മഹത്വത്തോടെ തന്റെ ധനത്തിനൊത്തവണ്ണം ക്രിസ്തു യേശുവിൽ പൂർണ്ണമായി തീർത്തു തരും. നമ്മുടെ ആവശ്യങ്ങളൊക്കെയും തീർത്തു തരും, ഉറപ്പായ കാര്യമാണ്. പക്ഷെ അത് മാത്രമല്ല, അവിടെ തീർത്തു തരുമ്പോൾ നമുക്ക് ചെയ്യാനുള്ള ചില കാര്യങ്ങളുണ്ട്. കാരണം ദുഷ്ടനും മഞ്ഞും മഴയും കൊടുക്കുന്ന ദൈവമാണ്, ഇരുളും വെളിച്ചവും കൊടുക്കുന്ന ദൈവമാണ്. ഈ ലോകത്തിലുള്ളത് അത് ദൈവം പാർഷ്വാലിറ്റി ഒന്നും കാണിക്കുന്നില്ല. ദൈവം കൊടുക്കും, എല്ലാം ലഭിക്കുന്നുണ്ടാകും. അപ്പൊ വീണ്ടും നമുക്ക് വചനത്തിലേക്ക് വരാം. ഒരു വചനം പറയുമ്പോൾ ആ വചനം ദൈവത്തിൽ നിന്ന് തന്നെയാണോ എന്നുള്ളത് വചനം നമുക്കെടുത്ത് ആർക്കും വായിക്കാൻ വേണം. കാരണം പിശാചിനും വചനം അറിയാം. യേശുക്രിസ്തുവിനെ പരീക്ഷിച്ച സമയത്ത് അവൻ വചനമെടുത്താണ് സംസാരിച്ചത്. പക്ഷെ ആ വചനത്തിൽ പറയുന്ന കാര്യങ്ങളെ അത് ശരിക്കും അതിന്റെ ആന്തരിക മർമ്മം എന്താണ് എന്നുള്ളത് കൃത്യമായി നമ്മുടെ ഉള്ളിലിരിക്കുന്ന പരിശുദ്ധാത്മാവ് നമുക്ക് ബോധ്യപ്പെടുത്തി തരും. ദൈവമക്കളെ, ഞാൻ ഒന്ന് പറയട്ടെ, എനിക്ക് ചില വചനങ്ങൾ ചില ദാസന്മാർ സംസാരിക്കുന്ന കേൾക്കുമ്പോൾ എനിക്ക് അത് ചിലതിങ്ങനെ ബോധ്യപ്പെട്ടു. ഇതിങ്ങനല്ലല്ലോ, ഈ ഒരു വിവരണമല്ലല്ലോ, ഇങ്ങനല്ലല്ലോ ഇതിനെ വിവേചിച്ചെടുക്കേണ്ടതെന്ന് എനിക്ക് തോന്നിയിട്ടുണ്ട്. അപ്പോൾ ഞാൻ അതിന്റെ കൂട്ടുവചനങ്ങൾ ദൈവത്തോട് ചോദിക്കുകയും ദൈവം അത് എന്നെ പഠിപ്പിച്ചു തരികയും ചെയ്തിട്ടുണ്ട്. അപ്പൊ നമ്മളത് ചെയ്യണം. നമ്മൾ അങ്ങനെ പരിശുദ്ധാത്മാവിന്റെ നിറവിൽ നമ്മൾ അതിനെ ശോധന ചെയ്തെടുക്കണം. ശോധന ചെയ്തെടുത്തിട്ട് സത്യവും വ്യാജവും നമ്മൾ വേർതിരിക്കണം. ഇത് നമ്മുടെ ഉത്തരവാദിത്വമാണ്. നമ്മളോട് ചോദിക്കും, നിനക്ക് ഞാൻ ബുദ്ധി തന്നിരുന്നില്ലേ, നിനക്ക് ഞാൻ ചിന്താശേഷി തന്നിരുന്നില്ലേ, ഒരാൾ പറഞ്ഞ് നിങ്ങൾ എന്തിനപ്പാടെ വിഴുങ്ങിയത്? അപ്പൊ ദൈവം ഇത് ചോദിക്കുമ്പോൾ നമുക്ക് മറുപടി കൊടുക്കാൻ സാധിക്കണം. നമ്മുടെ മറുപടി, ദൈവമേ ഞാനതിനെ ശോധന ചെയ്തു. അവിടെ നമ്മുടെ ബുദ്ധിക്ക് വെളിപ്പെട്ട് വരണം. കാരണം ആ ദൈവദാസന്റെ ഉള്ളിലിരിക്കുന്നതും നമ്മുടെ ഉള്ളിലിരിക്കുന്നതും പരിശുദ്ധാത്മാവാണെങ്കിൽ പരിശുദ്ധാത്മാവിൽ പറയുന്ന കാര്യങ്ങൾ ഒന്നായിരിക്കണം, ഒരുപോലെ വരണം. അത് ഉദാഹരണത്തിന് ഒരു കറണ്ട് പാസ് ചെയ്യുന്നത് ഒരു കമ്പിയിലൂടെ പോയാൽ മതി. ആ കമ്പി കണക്ട് ചെയ്തേക്കുന്ന എല്ലാ സ്ഥലത്തും ആ കറണ്ട് ഒരേപോലെ തന്നെ പാസ്സായി പോകും. അതൊരു ഉദാഹരണം ഞാൻ പറഞ്ഞതാണ്. എന്നതുപോലെ നമ്മുടെ ഉള്ളിലിരിക്കുന്നത് പരിശുദ്ധാത്മാവാണെങ്കിൽ കൃത്യമായിട്ട് നമുക്കതിനെ വിവേചിച്ചെടുക്കാൻ വേണ്ടിയിട്ട് സാധിക്കും. അപ്പോസ്തലന്മാരല്ലാതായിരിക്കെ അപ്പോസ്തലന്മാർ എന്ന് പറയുന്നവരെ നീ പരീക്ഷിച്ചു. ഇന്ന് ഞാനും നിങ്ങളും ഒക്കെ അങ്ങനെ പരീക്ഷിക്കാനുള്ളവരാണ്. പരീക്ഷിക്കണം. 1 തെസ്സലോനിക്കർ 5:21 പറയുന്നത് പോലെ എല്ലാം പരിശോധിക്കൂ, എല്ലാം പരീക്ഷിക്കൂ. നല്ലതാണെങ്കിൽ പിടിച്ചുകൊള്ളുക. നല്ലതാണെങ്കിൽ എന്ന് പറയുന്നത് ഞാൻ മുമ്പേ പറഞ്ഞതുപോലെ അവിടെ ചെവിക്കിമ്പമുള്ളതെന്നല്ല, പരിശുദ്ധാത്മാവിനാൽ ശോധന ചെയ്തിട്ട് ആത്മാവിനുള്ളതാണെങ്കിൽ അതിനെ പിടിച്ചുകൊള്ളുക. അത് എഫേസ്യ സഭ കൃത്യമായിട്ട് ചെയ്തു. അവർ പരീക്ഷിച്ച് കള്ളന്മാർ എന്ന് കണ്ടു. പരീക്ഷിച്ച് നോക്കിയാലേ അറിയത്തുള്ളത് കേട്ടോ. കാരണം നമ്മളെ കണ്ണു മൂടി വെച്ചിരുന്നാൽ മിണ്ടരുത്, തൊടരുത്, അനങ്ങരുത് എന്ന് പറഞ്ഞുകൊണ്ട് ചോദ്യം ചെയ്യരുത്, അതൊക്കെ തെറ്റാണെന്നുള്ള രീതിയിൽ നമ്മളിരുന്നാൽ സത്യം തിരിച്ചറിയില്ല. എന്നാൽ പരീക്ഷിച്ചാൽ ചിലരെ കള്ളന്മാരാണെന്ന് കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ട് സാധിക്കും. പരീക്ഷിച്ചാൽ മാത്രമേ പറ്റൂ, ശോധന ചെയ്താൽ മാത്രമേ പറ്റൂ. അവിടെ അവർ പറയുന്നത് സത്യമല്ല.
എഫേസോ സഭ ഏതാണ്? വിചാരമില്ലാതെ ഒന്നും സ്വീകരിച്ചില്ല. ദൈവവചനം ഉപയോഗിച്ച് ടെസ്റ്റ് ചെയ്തു. അതിനുശേഷം അതിനെ കള്ളന്മാർ, ഇവർ കള്ളന്മാർ, വ്യാജ പ്രവാചകന്മാർ, വ്യാജ അപ്പോസ്തലന്മാർ, ദൈവത്തിന് വേണ്ടിയിട്ട് നിൽക്കുന്നവരല്ല, അവർക്ക് വേണ്ടിയിട്ട് നിൽക്കുന്നവരാണെന്ന് എഫേസോ സഭ തിരിച്ചറിഞ്ഞുകൊണ്ട് അവർ അതിനെ എന്താ ചെയ്തെന്നുള്ള അടുത്ത വചനത്തിൽ കാണാം. ഇത് ചെയ്യാൻ വളരെ ഈ കള്ളന്മാർ എന്ന് കണ്ടുപിടിക്കണമെങ്കിലും അതിനെ ചെറുത്തു നിൽക്കണമെങ്കിൽ ഒരു ആത്മീയ ധൈര്യം വേണം. ഇന്ന് നിങ്ങൾക്കുണ്ടോ അത്? ആ ഒരു ആത്മീയ ധൈര്യമുണ്ടോ? ഞാൻ ഒറ്റയാൾ പോരാളിയാണ് ദൈവമക്കളെ, ഞാൻ ഒറ്റയാൾ പോരാളിയാണ്. ഞാൻ ശോധന ചെയ്തിട്ട് നല്ലത് മാത്രം മുറുകെ പിടിക്കൂ. എൻ്റെ ജീവിതത്തിൽ ഒരുപാട് പ്രശ്നങ്ങളുണ്ടില്ല എന്ന് ഞാൻ പറയുന്നില്ല. കഴിഞ്ഞ കാലം വരെയും ധാരാളം പ്രശ്നങ്ങൾ ഉണ്ടായിരുന്നു. പക്ഷെ ക്രിസ്തുവിന് വേണ്ടിയിട്ട് ഞാൻ നിന്ന് കഴിഞ്ഞാൽ അത് 100%. ക്രിസ്തുവിന് വേണ്ടിയിട്ട് ഞാൻ ഇന്ന് നിൽക്കുന്നത്, അതെനിക്ക് ആത്മാവിൽ കൈവച്ച് ഞാൻ പറയും, ക്രിസ്തുവിന് വേണ്ടിയിട്ട് ഞാൻ ഡെഡിക്കേറ്റ് ചെയ്തിരിക്കുന്നു, സമർപ്പിക്കപ്പെട്ടിരിക്കുന്നു. ഇനി എൻ്റെതായിട്ടുള്ളൊരു ജീവിതമില്ല. ഇനിയുള്ളത് എൻ്റെ കർത്താവിന് വേണ്ടിയിട്ട് മാത്രമാണ്. ഞാനത് സമർപ്പിക്കപ്പെട്ടു. അപ്പോ അവിടെ നല്ലതിനെ വിവേചിച്ചെടുക്കുവാനും അതിനെ ശോധന ചെയ്ത് മാറ്റാനും ഒക്കെ ഒരു വലിയ ആത്മീയ ധൈര്യം വേണം. അങ്ങനെ വരുന്ന വ്യക്തികൾ പറയുന്നത് സത്യമല്ലെന്നും അവരുടെ അതോറിറ്റി ഫേക്ക് ആണെന്നും അവരുടെ കോളിങ് ഫാൾസ് ആണെന്നും അവരെ കൊണ്ട് സഭയ്ക്ക് തെറ്റിദ്ധാരണകൾ ഉണ്ടാകാൻ ഇടയുണ്ടെന്നും അവരുടെ ഫ്രൂട്ട്സ്, അവരിലുള്ള ഫലങ്ങൾ ശരിയല്ലെന്നും അവരുടെ പഠിപ്പിക്കലുകൾ തെറ്റാണെന്നും കൃത്യമായിട്ട് സഭയ്ക്ക് തിരിച്ചറിവ് വന്നു. അപ്പോ ആ തിരിച്ചറിവ് വരുന്നതാണ് ആ കള്ളന്മാർ എന്ന് കണ്ടത്. അവിടെ പരീക്ഷിച്ചത് കൊണ്ടാണ് തിരിച്ചറിയുവാൻ വേണ്ടിയിട്ട് സാധിച്ചത്. വചനത്തിന്റെ സാരം ലളിതമായി പറഞ്ഞാൽ, യേശു അവരുടെ ശുശ്രൂഷയും പ്രയത്നവും ഒക്കെ കണ്ടിട്ട് അവരുടെ സഹനം മനസ്സിലാക്കി, അവരുടെ വിശുദ്ധിയെ പ്രശംസിച്ചു, അവരുടെ പരിശോധനാശേഷിയെ പ്രശംസിച്ചു. നമുക്ക് ആ പ്രശംസകൾ വേണം കേട്ടോ. അവരുടെ പരിശോധനാ ശേഷിയെ പ്രശംസിച്ചു, വ്യാജ പ്രവാചകന്മാരെ തിരിച്ചറിഞ്ഞതിൽ അഭിനന്ദിച്ചു. അവിടെ എല്ലാം ശരിയായിരുന്നു. എഫേസോ സഭ തെറ്റായവർ ഒക്കെ പുറത്താക്കി സഭയെ സംരക്ഷിച്ചു കൊണ്ടിരുന്നു. ഈ കള്ളം പറഞ്ഞു വരുന്നവരെ, ഞാൻ ദൈവത്തിന്റെ കുഞ്ഞാണെന്ന് പറഞ്ഞു നിൽക്കുകയും ദൈവത്തിനെതിരായിട്ടുള്ള കാര്യങ്ങൾ ചെയ്യുന്ന വ്യക്തിയാണെങ്കിൽ അവരെ പുറത്താക്കി സംരക്ഷിക്കണം. അവിടെ യേശുവിന്റെ പ്രശംസ ഉണ്ടാകും. എന്നാൽ മാനസാന്തരപ്പെട്ട് അവിടെ നമ്മളോട് ക്ഷമ പറഞ്ഞ് തിരിച്ചു വരുന്ന വ്യക്തികളെ ചേർത്ത് കൊള്ളാനും യേശു പറയുന്നുണ്ട്. അവർ യഥാസ്ഥാനപ്പെട്ട് കഴിഞ്ഞാൽ അവരെ തള്ളിക്കളയാൻ യേശു പറയുന്നില്ല. എന്നാൽ അവിടെ യഥാസ്ഥാനപ്പെടാതെ ആത്മാവിന്റെ ഫലങ്ങളില്ലാതെ നിൽക്കുന്ന വ്യക്തികളെ മാറ്റി നിർത്തുവാൻ തന്നെയാണ് കർത്താവ് പറഞ്ഞിട്ടുള്ളത്. ഇനി നമ്മൾ 2-3 വചനത്തിലേക്ക് പോവുകയാണ്. നിനക്ക് സഹിഷ്ണുതയുണ്ട്. സഹിഷ്ണുത എന്ന് പറഞ്ഞാൽ എന്താണ്? തോൽവി വരാതെ, പിന്മാറാതെ, തളരാതെ പിടിച്ചു നിൽക്കുന്ന ശക്തി. അതാണ് സഹിഷ്ണുത എന്ന് പറയുന്നത്. സർവവും സഹിക്കുക. അപ്പൊ അങ്ങനെ പിടിച്ചു നിൽക്കുന്ന ശക്തി, വേദനയിലും ദുഃഖത്തിലും സമ്മർദ്ദത്തിലും പോലും വഴിമാറാതെ ഉറച്ചു നിൽക്കാനുള്ള ശക്തി. ഒരു കഷ്ടം വരുമ്പോഴേ എനിക്ക് എന്തിനീ കഷ്ടമെന്ന് പറഞ്ഞ് പിന്മാറുന്നതല്ല, അതിൽ സഹിഷ്ണുതയോടുകൂടി നിൽക്കുന്ന ശക്തി. അപ്പൊ നിനക്ക് സഹിഷ്ണുതയുണ്ട്. ഇന്ന് ദൈവമക്കളെ കേട്ടുകൊണ്ടിരിക്കുന്ന നിങ്ങളിൽ പലർക്കും ഈ സഹിഷ്ണുത ഉണ്ട്. എന്തൊക്കെ കഷ്ടങ്ങൾ ജീവിതത്തിൽ വന്നു, എന്തൊക്കെ പോരായ്മകൾ ജീവിതത്തിൽ വന്നു, ആരൊക്കെ നമ്മളെ തള്ളിക്കളഞ്ഞു, ആരൊക്കെ നമ്മളെ ചേർത്തുകൊണ്ടു, ആരൊക്കെ നമ്മളെ ചതിച്ചു, ഒറ്റപ്പെടുത്തി, നമ്മളെ പറ്റിച്ചു കൊണ്ടുപോയി. എന്നിട്ടും നമ്മൾ സഹിച്ചു നിൽക്കുകയാണ്. എത്രയോ പേർ ആത്മഹത്യ ചെയ്തു. ഇതൊക്കെ സഹിക്കാൻ വയ്യാതെ കടം കയറി വലഞ്ഞിട്ട് എത്രയോ പേർ ആത്മഹത്യ ചെയ്തു. എന്നാൽ അവിടെ ആത്മഹത്യയിലേക്ക് പോകാതെ കണ്ട് നമ്മളെ പിടിച്ചു നിർത്തിയിരിക്കുന്ന ഒരു കർത്താവുണ്ട്. അപ്പൊ അവിടെ സഹിഷ്ണുതയോടുകൂടി നമ്മൾ ഇന്നും ഭൂമിയിൽ ജീവിക്കുകയാണ്. സഹിഷ്ണുതയാല് എഫേസോ സഭ നിന്നു. എന്റെ നാമനിമിത്തം നീ സഹിച്ചു. 2:3 പറയുകയാണ്, യേശുക്രിസ്തുവിന്റെ നാമനിമിത്തം നീ സഹിച്ചു. അപ്പൊ എന്തൊക്കെയാണ് അവർ സഹിച്ചത്? അവർ സഹിച്ചത് എന്തിനാണ്? സ്വാർത്ഥതയ്ക്ക്, അവരുടെ സ്വന്തം സ്വാർത്ഥതയ്ക്ക് വേണ്ടിയിട്ടല്ല, അവരുടെ പേരിനായിട്ടല്ല, അവരുടെ ഈഗോയ്ക്കായിട്ടല്ല, അവരുടെ പദവിക്ക് വേണ്ടിയിട്ടല്ല, ഇതിനൊന്നിനും വേണ്ടിയിട്ടല്ല എഫേസോ സഭ സഹിച്ചത്. അവിടെ സഹിച്ചത് ക്രിസ്തുവിന് വേണ്ടിയിട്ടാണ്. നമ്മൾ സഹിക്കണം. നമ്മുടെ സ്വാർത്ഥതയ്ക്കും നമ്മുടെ ഈഗോയ്ക്കും നമ്മുടെ പേര് വലുതാകാനും വേണ്ടിയിട്ടല്ല സഹിക്കേണ്ടുന്നത്. ക്രിസ്തുവിന്റെ ക്രൂശിന് വേണ്ടിയിട്ട്,
നമ്മുടെ കസാരയ്ക്ക് വേണ്ടിയിട്ടല്ല നമ്മൾ സഹിക്കേണ്ടത്. നമുക്ക് ദൈവം തരുന്ന സ്ഥാനം മതി. ഈ ഭൂമിയിലായാലും വരുവാനുള്ള ലോകത്തിലായിരുന്നാലും യേശു തരുന്ന സ്ഥാനം മതി. സഹിക്കാൻ തയ്യാറാകണം, സഹിക്കണം. ഇത് എന്നോടും കൂടിയാണ്. കഷ്ടപ്പെട്ടതൊക്കെയും കൈവിട്ടു പോകുമ്പോഴും സഹിക്കണം. കുറ്റപ്പെടുത്തലുകൾ, വീട്ടിൽ നിന്നും കുറ്റപ്പെടുത്തലുകൾ കേൾക്കാം, പലയിടത്തുനിന്നും കുറ്റപ്പെടുത്തലുകൾ കേൾക്കാം. കുറെ ഉണ്ടാക്കിയില്ലേ, എന്നിട്ട് എന്ത് ചെയ്യേ? ഇല്ല, ഞാൻ സഹിക്കുന്നു. യേശുവിന്റെ നാമത്തിൽ ഇനിയും യേശുവിന്റെ നാമത്തിൽ സഹിക്കാനും, ഈ ലോകത്തിൽ സഹിക്കാനും, യേശുവിന്റെ നാമത്തിൽ സഹിക്കാനും ദൈവം എനിക്ക് കൃപ തരട്ടെ, നിങ്ങൾക്ക് കൃപ തരട്ടെ. യേശുവിന്റെ നാമനിമിത്തം പീഡനങ്ങള്, ഉപദ്രവങ്ങള്, പരിഹാസങ്ങള്, നിഷേധങ്ങള്, സാമൂഹ്യമായി ഐസൊലേഷൻ ചെയ്യുക, നമ്മളെ സമൂഹത്തിൽ നിന്നൊക്കെ ഒറ്റപ്പെടുത്തി മാറ്റി നിർത്തുക, സാമ്പത്തിക നഷ്ടം ഉണ്ടാകുക, ഇങ്ങനെ തുടങ്ങി എല്ലാവരാലും ഒറ്റപ്പെടുത്തി, കുടുംബത്തിൽ നിന്ന് ചിലപ്പോൾ ഒറ്റപ്പെടേണ്ടി വരും. ക്രിസ്തുവിന് വേണ്ടിയിട്ട് എന്ത് കഷ്ടം സഹിച്ചാലും അവിടെ യേശുവിൻ്റെ പ്രശംസ നമുക്കുണ്ട്. ക്രിസ്തുവിന് വേണ്ടിയിട്ട് സഹിക്കുന്ന കഷ്ടത്തിന് ക്രിസ്തു നമുക്കുള്ള പ്രതിഫലം തരും. ഇന്ന് നമുക്കത് അറിയാൻ പറ്റില്ല. പുറമേയുള്ള വ്യക്തികൾ ചിന്തിക്കുന്നത് ഈ ലോകത്തിൽ വലിയ വലിയ കാര്യങ്ങളില്ലല്ലോ, വലിയ വലിയ വീടുകളില്ലല്ലോ, വലിയ ആഡംബരമായിട്ടുള്ള കാര്യങ്ങളില്ലല്ലോ എന്നൊക്കെ ഈ ലോകത്തിലുള്ളവർ നോക്കുമ്പോൾ യേശു അവിടെ നോക്കുന്നത് ഏതവസ്ഥയിൽ നാം ആയിരുന്നാലും യേശുവിന് വേണ്ടിയിട്ട് സഹിക്കാൻ നീ തയ്യാറാണെങ്കിൽ യേശു നമുക്ക് വേണ്ടിയിട്ട് ചില കാര്യങ്ങൾ ചെയ്യുവാൻ തുടങ്ങും. മറ്റുള്ളവരുടെ മുമ്പിൽ തീർത്തും അപഹാസ്യനായി വിടുന്നവനല്ല നമ്മുടെ കർത്താവ്. നമ്മളെ ചേർത്തുകൊള്ളും. എഫേസോസ് സഭ സഹിച്ചതുപോലെ ഇന്ന് നമ്മുടെ ജീവിതത്തിൽ നമ്മൾ സഹിക്കുവാൻ ഇടയാകണം. നമ്മളതിനെ ഏറ്റെടുക്കണം. അവിടെ ക്രിസ്തുവിന് വേണ്ടിയിട്ട് ചില പീഡകൾ ഏൽക്കുമ്പോൾ അവിടെ തിരിഞ്ഞു നിന്ന് ആക്രമിക്കാനല്ല ദൈവം നമ്മളെ പഠിപ്പിച്ചത്. പ്രാർത്ഥിക്കുക, അവർക്ക് വേണ്ടിയിട്ട് പ്രാർത്ഥിക്കുക. എൻ്റെ ജീവിതത്തിൽ ഞാൻ ചെയ്തുകൊണ്ടിരിക്കുന്ന അതാണ്. എൻ്റെ ജീവിതത്തിൽ തോൽപ്പിക്കാൻ ശ്രമിച്ചവർക്ക് വേണ്ടിയിട്ടൊക്കെ ഞാൻ പ്രാർത്ഥിക്കുകയാണ്. ക്രിസ്തുവിൻ്റെ സ്നേഹം അറിയട്ടവർ, ക്രിസ്തുവിൻ്റെ സ്നേഹം അറിയട്ടെ, യേശുവിൻ്റെ സ്നേഹം അറിയട്ടെ, നിത്യ സ്വർഗത്തിന് അവകാശിയാക്കി അവർ മാറട്ടെ. പ്രാർത്ഥനയാണ് എൻ്റെത്. കാരണം അറിവില്ലാത്തത് കൊണ്ട്, ഈ ലോകത്തിൻ്റെ ലോകമോഹങ്ങളാണ് വലുതെന്ന് അവർ ചിന്തിക്കുന്നത് കൊണ്ടാണ് അവർ നമ്മളിൽ നിന്ന് വെട്ടിപ്പിടിക്കുന്നത്.